എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ പോളിടെക്നിക് ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. അതായത് ജൂലൈ 3-ാം തീയതി അവസാനിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ള കോളേജിൽ താല്പര്യമുണ്ടെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനും താല്പര്യമില്ലെങ്കിൽ ടെമ്പററി അഡ്മിഷനും നേടാവുന്നതാണ്. ഒരു സീറ്റിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള സീറ്റാണ് കിട്ടിയത്, താല്പര്യമുള്ള കോഴ്സാണ് കിട്ടിയതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് ആ ഒരു സീറ്റിൽ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതും അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വെബ്സൈറ്റിലെ പാർഷ്യൽ ക്യാൻസലേഷൻ ഓർ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻസ് എന്നുള്ള ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടാത്ത ഓപ്ഷൻസ് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ പാർഷ്യൽ ക്യാൻസലേഷൻ റീ അറേഞ്ച്മെൻറ്റ് ഓഫ് ഓപ്ഷൻസ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടാത്ത ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടാത്ത മുകളിലുള്ള എല്ലാ ഓപ്ഷനും വേണമെങ്കിൽ റിമൂവ് ചെയ്യാവുന്നവർക്ക് റിമൂവ് ചെയ്യാവുന്നതോ അതല്ലെങ്കിൽ ഓപ്ഷൻ്റെ സ്ഥാനം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചേഞ്ച് ചെയ്യാനോ സാധിക്കും. എന്നാൽ പുതിയ ഓപ്ഷൻ നൽകാൻ സാധിക്കുന്നതല്ല. അപ്പോൾ ഈ ഒരു പേജിൽ ആപ്ലിക്കേഷൻ നമ്പറോ ഡേറ്റ് ഓഫ് ബർത്തോ കൊടുത്തുകൊണ്ട് ആപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുത്തുകൊണ്ട് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതും വേണ്ടാത്ത ഓപ്ഷനുകൾ നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് polyadmission.org എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത ശേഷം റെഗുലർ ഡിപ്ലോമ അഡ്മിഷൻ 2026-27 എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പേജിലേക്ക് പ്രവേശിക്കാവുന്നതും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ചെക്ക് യുവർ അലോട്ട്മെൻറ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറോ വൺ ടൈം രജിസ്ട്രേഷൻ നമ്പറോ അല്ലെങ്കിൽ മൊബൈൽ നമ്പറോ ഇതിൽ ഏതെങ്കിലും ഒന്ന് കൊടുത്ത ശേഷം പിന്നീട് അടുത്ത ബോക്സിൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൂടി കൊടുത്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാവുന്നതും അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ളവർക്ക് അലോട്ട്മെൻറ്റ് സ്ലിപ്പ് പേജിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതുമാണ്. അതുപോലെ തന്നെ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ കിട്ടിയ സീറ്റിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷനും അഥവാ താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനും എടുക്കാവുന്നതാണ്. പോളിടെക്നിക് കോളേജിൻ്റെ നിർദ്ദേശപ്രകാരം പറഞ്ഞിട്ടുള്ളത് നിലവിൽ നിങ്ങൾ ഇപ്പോൾ കിട്ടിയ സീറ്റിൽ നിങ്ങൾ അഡ്മിഷൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ പ്രത്യേകിച്ച് ഹയർ ഓപ്ഷൻ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളതെങ്കിലും നിങ്ങൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഒരു 5-ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചെറിയൊരു താല്പര്യമുള്ളൂ, എന്നാൽ നിങ്ങൾക്ക് അതിന് മുകളിലുള്ള ഒരു 1, 2, 3, 4 ഓപ്ഷൻ ആ ഒരു ഓപ്ഷൻ നിങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന കോളേജ് കോഴ്സ് കിട്ടിയാൽ ആണ് അഡ്മിഷൻ എടുക്കാൻ കൂടുതൽ താല്പര്യമെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾ ഇവിടെ ഈ ഒരു നിലവിലെ ആ ഒരു നിർദ്ദേശപ്രകാരം നിങ്ങളിപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ ഇനി ഇതിന് മുകളിലുള്ള മറ്റ് ഓപ്ഷൻസ് ആണ് ഉണ്ടാവുക. അതായത് അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റ് നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് അവിടെ നഷ്ടപ്പെടും. ഇനി അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ്റെ മുകളിലുള്ള മറ്റ് ഓപ്ഷൻസ് കിട്ടുമോ എന്ന് പ്രത്യേകിച്ച് ഉറപ്പൊന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടാം, ചിലപ്പോൾ കിട്ടാതിരിക്കാം. അപ്പോൾ അങ്ങനെയാണ് കാര്യം. അപ്പോൾ അങ്ങനെ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ പിന്നീട് ഇതിന് ശേഷം ഉണ്ടാകുന്ന കൗൺസിലിങ്ങിന് രജിസ്ട്രേഷൻ ചെയ്ത് കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ ഒന്നും ചെയ്യാതിരിക്കരുത്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ടെമ്പററി അഡ്മിഷനെങ്കിലും എടുക്കാം. ടെമ്പററി അഡ്മിഷൻ എടുത്താലുള്ള ഗുണം എന്താണെന്ന് പറയാം. ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് അവിടെ ഏകദേശം ഒരു കൺഫേം ആവും. അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഹയർ ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണ്, അതായത് പുതിയൊരു ഓപ്ഷനിലേക്ക് മാറ്റം സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് കിട്ടുന്ന കോഴ്സിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ഹയർ ഓപ്ഷനിലേക്ക് നിങ്ങൾക്ക് മാറിയിട്ട് അഡ്മിഷൻ എടുക്കാൻ സാധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ അഥവാ ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിൽ നിങ്ങൾ ടെമ്പററി അഡ്മിഷൻ നേടിയ സീറ്റിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാം. ഇനി താല്പര്യമില്ല, ആ ഒരു ടൈമിലും ആ ഒരു സീറ്റിൽ താല്പര്യമില്ല എങ്കിൽ അഡ്മിഷൻ എടുക്കാതിരിക്കാം. എന്നിട്ട് അടുത്ത കൗൺസിലിങ്ങിൽ വേണമെങ്കിൽ കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനും പറ്റുന്നതാണ്. അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജിൻ്റെ ഏത് ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടുന്ന വിദ്യാർത്ഥികൾക്കും കോളേജ് കോഴ്സ് മാറണമെങ്കിൽ കൗൺസിലിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് പിന്നീട് അതായത് ഈ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം മാറ്റമൊന്നും വന്നിട്ടില്ല എങ്കിൽ ഈ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കോളേജ് കോഴ്സ് മാറാനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് ലഭ്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിലവിൽ കിട്ടിയ സീറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതിരിക്കരുത്, ജസ്റ്റ് ഒന്ന് ടെമ്പററി അഡ്മിഷനെങ്കിലും എടുക്കാനായിട്ട് നോക്കുക. ഇനിയിപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം 1-ാമത്തെ ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് കോളേജ് കോഴ്സ് മാറാനായിട്ട് പറ്റുമോ എന്നുള്ളത്. മാറാൻ പറ്റുന്നതായിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വരുന്ന ആ ഒരു അതായത് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം വരുന്ന ഈ ഒരു കൗൺസിലിംഗ് ഉണ്ട്. ആ ഒരു കൗൺസിലിങ്ങിൽ പങ്കെടുത്തുകൊണ്ട് നിങ്ങൾക്ക് കോളേജ് കോഴ്സ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത ശേഷം മാറാനായിട്ട് പറ്റുന്നതാണ്. അഥവാ നിങ്ങൾക്ക് കൗൺസിലിംഗ് കിട്ടാതിരിക്കുന്ന അത് കൗൺസിലിംഗ് അല്ല, അതായത് ഇപ്പോൾ
നിങ്ങൾക്ക് മറ്റൊരു കോളേജിലേക്ക് മാറ്റം കിട്ടിയിട്ടില്ലെങ്കിൽ കൂടി നിലവിൽ നിങ്ങൾ ആദ്യത്തെ സീറ്റിൽ അഡ്മിഷൻ നേടിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സീറ്റ് അവിടെ നിങ്ങൾക്ക് നിലനിൽക്കുന്നതായിരിക്കും. അതിനാൽ തന്നെ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയവർ ഇപ്പോൾ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുക. മറ്റേതെങ്കിലും ഓപ്ഷൻ കിട്ടിയവർ ടെമ്പററി അഡ്മിഷൻ എടുക്കുക. ഇനി ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നേടുക എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അഡ്മിഷൻ വേണ്ട എല്ലാവിധ ഡോക്യുമെൻസും എടുത്തുകൊണ്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു പോളിടെക്നിക് കോളേജിൽ പോയിട്ട് നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷനാണ് നിങ്ങൾ നേടുന്നത് എന്ന് പറയുക. അപ്പോൾ അവിടെ അങ്ങനെ പറയുന്ന സമയത്ത് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ പരിശോധിച്ചുകൊണ്ട് നിങ്ങൾക്ക് അവിടെ ടെമ്പററി അഡ്മിഷൻ നൽകുന്നതായിരിക്കും. ഈ ഒരു ടെമ്പററി അഡ്മിഷന് സാധാരണ അതിൽ റിപ്പോർട്ടിംഗ് എന്നാണ് പറയുന്നത്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാനാണ്. പെർമനൻറ്റ് അഡ്മിഷനാണ് നിങ്ങൾക്ക് എടുക്കേണ്ടതെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ള ഏത് കോളേജിലാണോ കിട്ടിയത് ആ ഒരു കോളേജിൽ നേരിട്ട് പോയിട്ട് നിങ്ങൾക്ക് ഫീസും അതുപോലെ തന്നെ അഡ്മിഷൻ വേണ്ട ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തുകൊണ്ട് പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നാളെയാണ്, അതായത് ജൂലൈ 3 വരെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഇത്രയും കാര്യമാണ്. അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ കിട്ടിയിട്ടുള്ള ആ ഒരു സീറ്റിൽ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക, അതായത് ഫീസ് അടച്ച് പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. ഇനിയിപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനല്ല നിങ്ങൾക്ക് കിട്ടിയത്, അതിന് താഴെയുള്ള മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ആ ഒരു സീറ്റ് മതിയെന്നാണെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷൻ നേടുക. ഇനി അതേസമയം എന്നിട്ട് അതിൻ്റെ മുകളിലുള്ള മറ്റ് ഓപ്ഷൻസ് അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കപ്പെടേണ്ടതില്ലെങ്കിൽ ഹയർ ഓപ്ഷൻസ് നിങ്ങൾ പാർഷ്യൽ ഓപ്ഷൻ ക്യാൻസലേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അത് ക്യാൻസൽ ചെയ്ത് പിന്നീട് നിങ്ങൾക്ക് ആ ഒരു ഇപ്പോൾ കിട്ടിയ സീറ്റിൽ തന്നെ അവിടെ പെർമനൻ്റ് ആയിട്ട് തുടരാൻ പറ്റും. ഇനിയിപ്പോൾ ഹയർ ഓപ്ഷൻ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടുകയോ അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടുകയോ ചെയ്ത ശേഷം നിങ്ങളൊരു ഹയർ ഓപ്ഷൻ നിലനിർത്തുകയാണെങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടുകയാണെങ്കിൽ വിദ്യാർത്ഥി പുതുതായിട്ട് കിട്ടുന്ന കോഴ്സിലേക്ക് നിർബന്ധമായിട്ട് മാറേണ്ടതായിട്ട് വരും. ഇപ്പോൾ കിട്ടുന്ന സീറ്റ് അവിടെ പോകുന്നതുമായിരിക്കും. ഇനി അതേസമയം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മാറ്റമൊന്നും കിട്ടിയിട്ടില്ലെങ്കിൽ നിലവിലെ സീറ്റിൽ തന്നെ തുടരാനും പറ്റുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് അതായത് ജൂലൈ 6 സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ, അതായത് ടെമ്പററി അഡ്മിഷനെങ്കിലും എടുക്കാതെ ഇരിക്കരുത്. അപ്പോൾ ഇപ്പോൾ കിട്ടിയ സീറ്റിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിലും അതുപോലെ തന്നെ ചില വിദ്യാർത്ഥികൾക്ക് ഹയർ ഓപ്ഷനിലേക്കായിരിക്കും താല്പര്യമുള്ളത് എങ്കിലും ഇപ്പോൾ കിട്ടിയുള്ള സീറ്റിൽ അറ്റ്ലീസ്റ്റ് ടെമ്പററി അഡ്മിഷനെങ്കിലും എടുക്കുക. കാരണം ടെമ്പററി അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആ ഒരു സീറ്റ് അവിടെ ജസ്റ്റ് ഒന്ന് കൺഫേം ആയിരിക്കും. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറെ ഓപ്ഷൻ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ആ ഇപ്പോൾ കിട്ടിയ സീറ്റിൽ അവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റും. എന്നാൽ നിങ്ങൾ ഇപ്പോൾ കിട്ടിയ സീറ്റിൽ അഡ്മിഷൻ ഒന്നും എടുക്കാതെ വെറുതെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ആയി പോകുന്നതും നിങ്ങൾ അഡ്മിഷൻ എടുക്കാതെ കാരണം ടെമ്പററി അഡ്മിഷനെങ്കിലും എടുക്കാതെ കാരണം ഇപ്പോൾ കിട്ടിയ സീറ്റ് അവിടെ ഡിലീറ്റ് ആയി പോകുന്നതും അതുപോലെ തന്നെ പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ആ ഒരു കിട്ടുന്ന ഓപ്ഷനിലേക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റും. അതേസമയം എവിടെയും കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നീട് നിങ്ങൾ കൗൺസിലിങ്ങിൽ പങ്കെടുത്ത് നിങ്ങൾ അഡ്മിഷൻ നേടേണ്ടതായിട്ട് വരും. ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കാം. അതിനാൽ തന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ടെമ്പററി അഡ്മിഷനെങ്കിലും എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് കിട്ടുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം അലോട്ട്മെൻ്റ് ഒന്നും കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷം അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ ജോയിൻ ചെയ്യാതിരിക്കുകയോ അതല്ലെങ്കിൽ പിന്നീട് ആ ഒരു ഇഷ്ടപ്പെട്ട ഓപ്ഷൻ കിട്ടാതിരിക്കുകയൊക്കെ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടിയ ശേഷമോ അല്ലെങ്കിൽ അഡ്മിഷൻ നേടാതെയോ പിന്നീട് കൗൺസിലിങ്ങിൽ പങ്കെടുക്കാനുള്ള സൗകര്യം ലഭ്യമായിരിക്കും. കൗൺസിലിംഗ് എന്താണ് എന്നുള്ള കാര്യം ആ ഒരു ഘട്ടത്തിൽ നിങ്ങളെ അറിയിക്കുന്നതാണ്. കൗൺസിലിംഗ് എന്ന് വെച്ചാൽ ബേസിക്കായിട്ട് ഒരു സ്പോട്ട് അഡ്മിഷനാണ്. സ്പോട്ട് അഡ്മിഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജില്ലയിലെ അതായത് 14 ജില്ലയിൽ 14 നോഡൽ പോളിടെക്നിക് കോളേജ് ഉണ്ട്. അപ്പോൾ ആ ഒരു നോഡൽ പോളിടെക്നിക് കോളേജ് വെച്ച് നടത്തുന്ന ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സാണ് കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൗൺസിലിങ്ങിന് മുന്നോടിയായിട്ട് എല്ലാ വിദ്യാർത്ഥികളും കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ചെയ്യണം. എന്നിട്ട് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ്റെ സ്ലിപ്പും കാര്യങ്ങളൊക്കെ ഡൗൺലോഡ് ചെയ്യണം. കൗൺസിലിങ്ങിൻ്റെ രജിസ്ട്രേഷൻ ചെയ്ത വിദ്യാർത്ഥികൾക്ക് മാത്രമായിരിക്കും കൗൺസിലിങ്ങിൽ പങ്കെടുക്കാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുന്നത് ജൂലൈ 6 പിന്നീട് അതിൻ്റെ അഡ്മിഷൻ ജൂലൈ 10 ഉണ്ടാവുക. പിന്നീട് ജൂലൈ 11 മുതൽ 13 വരെയാണ് അതിൻ്റെ കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഒക്കെ നടക്കുന്നത്. സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം വിദ്യാർത്ഥികൾ അതുവരെ ടെമ്പററി അഡ്മിഷൻ തുടരുന്ന വിദ്യാർത്ഥികൾ നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതായിട്ട് വരും. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് കോളേജ് കോഴ്സ് മാറണമെങ്കിലോ അല്ലെങ്കിൽ അതുവരെ അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നതിനോ അതുപോലെ തന്നെ അതുവരെ അലോട്ട്മെൻറ്റ് ലഭിച്ച അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികൾക്ക് മറ്റൊരു ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കണമെങ്കിലോ വിദ്യാർത്ഥികൾക്ക് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ജൂലൈ 11 മുതൽ 13 വരെ ചെയ്യേണ്ടതും പിന്നീട് 14 മുതൽ 18 വരെ നടക്കുന്ന നോഡൽ പോളിടെക്നിക് കോളേജ് കൗൺസിലിംഗിൽ പങ്കെടുക്കേണ്ടതുമാണ്. കൗൺസിലിംഗ് രജിസ്ട്രേഷൻ ഈ ഒരു പേജ് വഴി തന്നെയാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. വേറെ വെബ്സൈറ്റ് ഒന്നല്ല, ഈ ഒരു പേജ് തന്നെ. അതിന് പ്രത്യേകിച്ച് ഫീസോ മറ്റോ ഇല്ല. അപ്പോൾ എന്താണ് കൗൺസിലിംഗ് രജിസ്ട്രേഷൻ എന്നൊക്കെ ഓൾറെഡി ചാനൽ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ
നിങ്ങൾക്ക് പല വിദ്യാർത്ഥികൾക്കുള്ള ഒരു ഡൗട്ടായിരിക്കും, ഇപ്പോൾ കിട്ടിയ സീറ്റിൽ നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിൽ നിങ്ങളെ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കില്ല എന്നുള്ളത്. നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കാൻ മറ്റ് ഓപ്ഷൻസ് ഇല്ലാത്തതുകൊണ്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പരിഗണിക്കില്ല. എന്നാൽ നിങ്ങൾക്ക് മറ്റേതെങ്കിലും ഓപ്ഷനാണ് കിട്ടിയത്, നിങ്ങളവിടെ അഡ്മിഷൻ നേടിയിട്ടില്ലെങ്കിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുതുതായിട്ട് കിട്ടുന്ന ആ സീറ്റിൽ ജോയിൻ ചെയ്യാം. എന്നാൽ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ എടുക്കാതെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് മാറ്റം വരാത്ത സാഹചര്യത്തിൽ നിങ്ങൾക്ക് പിന്നീട് കൗൺസിലിംഗിൽ പങ്കെടുത്തുകൊണ്ട് മാത്രമേ അഡ്മിഷൻ കിട്ടുമോ എന്ന് നോക്കാൻ സാധിക്കുള്ളൂ. അതിനാൽ തന്നെ ഇപ്പോൾ കിട്ടിയ സീറ്റിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ടെമ്പററി അഡ്മിഷനെങ്കിലും എടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.